ഇതിപ്പോൾ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ടതാണ്. രാവിലെ ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട്. ഒരു മിനിമം 7 മണിക്കൂറെങ്കിലും കടലൊന്ന് കുതിരണം കേട്ടോ. കടല നന്നായിട്ടൊന്ന് കഴുകി വാരിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇപ്പം ഞാൻ 1 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കടലയുടെ മുകളിൽ നന്നായിട്ട് നിൽക്കണം വെള്ളം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം ഇതിന് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് മൂടി ഇതൊന്ന് വേവിക്കാം. കടലയുടെ വേവ് ഓരോ കടലയ്ക്കും ഓരോ രീതിയാണ് കേട്ടോ. നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ ഈ വേവിച്ച കടലയില്ലേ, അതിൽ നിന്ന് ഞാൻ 1 തവി കടല എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കടല അരയ്ക്കുമ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. കടലയുടെ ടേസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങും, പിന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞേക്കുന്ന സവോള, ഒരു പകുതി സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്. ഞാൻ ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി, അതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു മൂപ്പാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അതിന് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി, തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. തക്കാളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ മസാലപ്പൊടിയായിട്ട് ഇവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ അതാണ് എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾക്ക് മീറ്റ് മസാലയോ ഗരം മസാലയോ എന്ത് വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പില്ലേ, അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ കടല അരച്ചത് കൊണ്ട് തന്നെ ഇതിങ്ങനെ തിളച്ച് തണുക്കുന്ന അനുസരിച്ച് ഇങ്ങനെ കുറുകി വരും. അപ്പം നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.